ഉള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീൻ 54 ആയത്തുകൾ വരെയാണ് നമ്മൾ മുമ്പ് വിശദീകരിച്ചത്. 55 മുതൽക്കുള്ള ആയത്തുകളാണ് ഇന്ന് പാരായണം ചെയ്തു കേട്ടത്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഭീകരമായ അവസ്ഥയും അവിടുത്തെ പ്രാധാന്യങ്ങളുമൊക്കെ വിശദീകരിക്കുന്ന വചനങ്ങളാണ് പറഞ്ഞു വെച്ചത്. മാത്രമല്ല, ഓരോരുത്തർക്കും കൃത്യമായ നിലക്ക് ഒരു അനീതിക്കും ആരും വിധേയമാകാത്ത നിലക്ക് അവരവർ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് കൃത്യമായ പ്രതിഫലം അവിടെ വച്ച് നൽകപ്പെടും എന്നും പറയുകയുണ്ടായി. അങ്ങനെ പ്രതിഫലം നൽകപ്പെടുന്ന ആളുകൾ അന്ന് പരലോകത്ത് 2 വിഭാഗമായിരിക്കും. ഒന്ന് സ്വർഗത്തിൻ്റെ ആളുകൾ, മറ്റൊന്ന് നരകാവകാശികൾ. ഇതിൽ ആദ്യ വിഭാഗത്തെയാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് കേട്ട 4 വചനങ്ങളിലൂടെ, സൂക്തങ്ങളിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത്. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗക്കാർ, സ്വർഗത്തിൻ്റെ ആൾക്കാർ. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ, ആളുകൾ എന്നൊക്കെയാണ് അർത്ഥം. സ്വർഗത്തിൻ്റെ ആളുകൾ. സാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, അതുപോലെ തന്നെ ആൾ എന്നൊക്കെ പ്രയോഗിക്കുന്ന പദമാണ്. ആ സാഹിബിൻ്റെ ജമ്മായിട്ട് പ്രയോഗിക്കുന്നതാണ് സഹിബ്. സഹിബിൻ്റെയും ജമ്മായി പ്രയോഗിക്കുന്നതാണ് അസ്ഹാബ്. അപ്പം സ്വർഗത്തിൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആളുകൾ, അതാണ് അസ്ഹാബുൽ ജന്ന. വാസ്തവത്തിൽ സാഹിബ്, സഹാബി എന്നൊക്കെ പറഞ്ഞാൽ ഭാഷയിൽ ഒരാളുടെ കൂടെ തന്നെ സ്ഥിരമായി നടക്കുന്ന, ഒപ്പമിങ്ങനെ നടക്കുന്ന, എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഒരാൾക്കാണ് സാധാരണഗതിയിൽ ഭാഷയിൽ എന്ത് പറയുക, സാഹിബ് എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് പേരിനോട് ചേർത്തിട്ട് ഇങ്ങനെ സാഹിബ് പറയുന്നൊരു സമ്പ്രദായമുണ്ട്. ഒരാൾ പേര് പറഞ്ഞാൽ അന്നാ സാഹിബ്, മറ്റേ സാഹിബ് എന്നൊക്കെ. അത് നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്നുള്ളതിൽ കവിഞ്ഞ പ്രത്യേകതയൊന്നും അതിനില്ല. ഇവിടെ ഈ ഒരു ഭാഷാർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായി സാങ്കേതികമായി ചില പ്രത്യേകമായ അർത്ഥത്തിന് അറിയപ്പെടുന്നത് സഹാബികളെ സംബന്ധിച്ച്, അവരുടെ സ്വഹബത്തിനെ സംബന്ധിച്ചാണ് പ്രത്യേകം അതിൽ നിയമങ്ങളുള്ളത്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു സാഹിബ് അല്ലെങ്കിൽ സഹാബി എന്ന് പറയണമെങ്കിൽ പ്രവാചകനോടൊപ്പം നിരന്തരം ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. സഹാബി എന്ന് പറഞ്ഞാൽ എത്രയേ വേണ്ടൂ, സത്യവിശ്വാസി ആയിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടിയിട്ടുള്ള ആർക്കും പറയുന്ന പേരാണെന്ത്, സഹാബി. അതാണാണെങ്കിലും സ്ത്രീ ആണെങ്കിൽ പെണ്ണാണെങ്കിലും സഹാബിയത്ത് അവർക്ക് പറയുന്ന പേരാണ് സാങ്കേതികമായി ആ പ്രയോഗം. ഭാഷയിൽ നിരന്തരം ഒരാളുടെ കൂടെ എപ്പോഴുമുള്ള ആൾക്കാണെന്ത് പറയാം. ഇവിടെ അത് രണ്ടും അല്ല പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബി, അസ്ഹാബ് അവരെ കുറിച്ചും അല്ല പറയുന്നത്. ഇത് അസ്ഹാബ്, നമ്മൾ അസ്ഹാബുൽ ബദർ, ബദറിലെ ആളുകൾ, അസ്ഹാബുൽ ഉഹദ്, ഉഹദിൽ പങ്കെടുത്ത ആളുകൾ, അസ്ഹാബുൽ ജന്ന, അസ്ഹാബുൻ നാർ ഒക്കെ ഖുർആനിൽ കാണാൻ സാധിക്കും. അസ്ഹാബുൻ നാർ, അസ്ഹാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ ആളുകൾ. ഇന്ന അസ്ഹാബൽ ജന്ന, തീർച്ചയായും സ്വർഗത്തിൻ്റെ ആൾക്കാർ. അൽ യൗമ, അൽ യൗം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമ, ഖിയാമത്തെ നാളിൽ. ഇവിടെ അൽ അഹദ് മുമ്പ് പറയപ്പെട്ടൊരു കാര്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഭാഷയിൽ അൽ യൗം എന്ന് പറയുന്നത്. മുമ്പ് പറഞ്ഞു നോക്കാം നമ്മൾ ഖിയാമത്തിനെ കുറിച്ചാണ്. അപ്പം അന്നത്തെ ദിവസം സ്വർഗത്തിൻ്റെ ആൾക്കാർ ഫീ ഷുഗുലിൻ, ഫീ ഷുഗുലിൻ, ഓരോ ജോലികളിലായിക്കൊണ്ട്. ഷുഗുൽ, ഷുഗുലിൻ എന്ന് പറയുന്നതാണ് ജോലി. സാധാരണ നമ്മൾ മലയാളീകരിക്കപ്പെട്ട ഒരു പദമാണ്. യാതൊരു ഷുഗുലും ഇല്ലേ, ആകെ ഷുഗുലായിപ്പോയോ, മഷ്ഗൂൽ. നമ്മൾ പറയും ബിസിയാണ് ഞാൻ എന്നുള്ളതിന് പലപ്പോഴും അറബികൾ പ്രയോഗിക്കുന്നതാണ് മഷ്ഗൂൽ. ഇന്നത്തെ മഷ്ഗൂൽ, തിരക്കാണോ, ബിസിയാണോ, ഷുഗിലാണോ എന്നൊക്കെ പറയും പ്രയോഗത്തിൽ. അത് ഷുഗിൽ ഗൈനിനെ
സുക്കൂനായിട്ടും വായനയുണ്ട്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ എന്നും വായനയുണ്ട്. പക്ഷേ പ്രസിദ്ധമായ നമ്മൾ സാധാരണക്കാരൻ്റെ മുമ്പിൽ പോയിട്ട്, ഇതൊന്നും അറിയാത്ത ആളുടെ മുമ്പിൽ പോയിട്ട് ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ഷുഗ്ലിൻ എന്ന് വായിക്കാതിരിക്കലാ നല്ലത്. കാരണം അവർ ഷുഗ്ലിൻ എന്ന് ഖുർആനിൽ കാണുന്നത് ചോദിക്കുകയാണ്. തോന്നിയ പോലെ ഓതുന്നത് ഓരോരുത്തർ. അറിവുള്ളവർക്ക് മുമ്പിലേ അത്തരം കാര്യങ്ങളും എന്ത് ചെയ്യാവൂ, പറയാവൂ. അല്ലാത്ത ആളുകൾ, പൊതു ആളുകളുടെ മുമ്പിലൊക്കെ എപ്പോഴും തന്നെയാണ് ആ പ്രസിദ്ധമായ ആ വായന എന്താണോ അത് തന്നെയാണ്. അപ്പം അങ്ങനെ രണ്ടും ഉണ്ട് എന്ന് പറയാം. രണ്ടായാലും അർത്ഥം ഒന്ന് തന്നെയാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ, തീർച്ചയായും സ്വർഗത്തിൻ്റെ ആൾക്കാർ, അൽ യൗമ അന്ന് എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ, പരലോകത്ത്, ഫീ ശുഗുലിൻ ഓരോ ജോലികളിലായിക്കൊണ്ട്, ഫാകിഹൂന സുഖം ആസ്വദിക്കുന്നവരായിരിക്കും. ഫാകിഹൂന എന്ന് പറഞ്ഞാൽ ഫക്കിഹ, അതുപോലെ തന്നെ യഫ്കഹു ഒക്കെ എന്താണ്, ആനന്ദിക്കലാണ്. പിന്നെ അപ്പോൾ ഫാകിഹൂന എന്ന് പറഞ്ഞാൽ അവർ വല്ലാത്ത ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും, സുഖം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. അള്ളാഹു നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അന്ന് സ്വർഗത്തിൻ്റെ ആൾക്കാർ ഓരോരോ ജോലികളിലായിക്കൊണ്ട് സുഖം ആസ്വദിക്കുന്നവരായിരിക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ജോലികളിൽ വ്യാപൃതരാകുമ്പോൾ ആൾക്കാർക്ക് എന്താ സുഖം ആസ്വദിക്കുക? ദുന്യാവിലാണ്. ദുന്യാവിൽ അങ്ങനെയല്ലല്ലോ, ആഖിറത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ദുന്യാവ് നേരെ വ്യത്യാസമാണ്. ദുന്യാവ് നമുക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ അതിന് ഓരോ ജോലിക്കും അതിൻ്റേതായ സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഓരോ ജോലിക്കുമുണ്ട്. നമ്മൾ സാധാരണ പറയും, ഏത് മേഖലയിൽ ഏത് ഡ്യൂട്ടി നിർവഹിക്കുന്നവരാണെങ്കിലും അതിനൊക്കെ കുറേ പ്ലസ് ഉണ്ട്, മൈനസും ഉണ്ട്. എന്നാൽ സ്വർഗത്തിൽ മൈനസ് പരിപാടിയില്ല, എല്ലാം അവിടെ പ്ലസ്സേ ഉള്ളൂ. എല്ലാം മനുഷ്യന് വളരെ ആനന്ദം നൽകുന്ന, സന്തോഷം നൽകുന്ന, ആസ്വാദനം നൽകുന്ന ഇടമാണ് സ്വർഗത്തിൻ്റെ ലോകം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ 108-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത്, ലാ യബ്ഗൂന അൻഹാ ഖാലിദീന ഫീഹാ, അവരാ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. എന്നിട്ട് ഉടനെ പറഞ്ഞതെന്താ, സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം നമ്മൾ താമസിച്ചാൽ തന്നെ അവിടുന്ന് പോകണമെന്നാ തോന്നുക, എത്ര വലിയ സുഖത്തിലാണെങ്കിലും. എത്ര വലിയ ആനന്ദമുള്ള റൂമായി, 5 സ്റ്റാർ 7 സ്റ്റാറിലായി ഒക്കെ ഒരു 2 ദിവസം തിരക്കുണ്ട്. എന്ത് ആനന്ദകരമായ കാഴ്ച കണ്ടാലും 2 ദിവസം തിരക്കില്ല. നമ്മൾ ആദ്യം ഒരു റൂമൊക്കെ പോയി കാണുമ്പോൾ എന്താണ് ബീച്ചിലേക്ക് സൈറ്റ്, ഇപ്പുറത്ത് ഭയങ്കരമായ കാഴ്ചകൾ, അപ്പുറത്ത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് വീണ് പോകും. 2 ദിവസം 3 ദിവസം താമസിച്ചാൽ പറയും പോവുക, മടുത്തു, ഇനി ഇവിടുന്ന് വേറെ എവിടേക്കെങ്കിലും പോവുക. ഇത് ദുന്യാവാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സറിയുന്ന സൃഷ്ടാവായ റബ്ബ് ഉടനെ അതിനോട് ചേർത്ത് പറഞ്ഞു, സ്വർഗം അങ്ങനെയല്ല, ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും, നിത്യവും വസിച്ചാലും. ലാ യബ്ഗൂന അൻഹാ ഹിവലാ, ലാ യബ്ഗൂന അൻഹാ, അവരാ സ്വർഗം വിട്ടു പോകാൻ ആഗ്രഹിക്കൂല. ഹിവലൻ, ഒരു മാറ്റത്തിന് അവർ കൊതിക്കൂല. ഒരു മാറ്റം, ഒരു ചേഞ്ച്. ഇത് മടുത്തു. എത്ര വലിയ ഫുഡ്, എന്നും ഒരേ ഫുഡ് കഴിച്ചാലോ, ഇഞ്ഞത് വേണ്ട, ഒരു കഞ്ഞിൻ്റെ വെള്ളം കിട്ടിയെങ്കിൽ, ഒരു കഞ്ഞിയും ചമ്മന്തിയും, അല്ലെങ്കിൽ ഒരു ചോറും മീൻകറിയും കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാമ്പാറും ചോറും കിട്ടിയെങ്കിൽ എന്നൊക്കെ പറയും. എന്താ എന്നും ബിരിയാണി കഴിച്ചാൽ, അല്ലെങ്കിൽ എന്നും നമുക്ക് ഏറ്റവും നല്ല ഫുഡ് കഴിച്ചാലും. സ്വർഗം അങ്ങനെയല്ല. സ്വർഗത്തിൽ എന്ത് കിട്ടിയാലും അതിൽ നിന്നൊരു ചേഞ്ച് കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നൊരു പ്രശ്നമല്ല. ആഗ്രഹം മനുഷ്യന് എന്ത് ആഗ്രഹിച്ചാലും അവിടെ കിട്ടുകയും ചെയ്യും. മടുത്തിട്ട് ഉള്ള ഒരു ചേഞ്ചിന് അവിടെ എന്തുണ്ടാവില്ല, ആഗ്രഹം ഉണ്ടാവില്ല. അതല്ല യബ്ഗൂന അൻഹാ ഹിവല. നമ്മളിപ്പോൾ എത്ര വെള്ളിയാഴ്ച ഈ സൂറത്തുൽ കഹ്ഫിലെ ആയത്ത് ഓതി? ഇത് നമ്മൾ ചിന്തിക്കലുണ്ടോ? നമ്മളൊരോത്തിങ്ങനെ ഓതും. അപ്പം അവിടെ ചിന്തിക്കണേ, ലാ യബ്ഗൂന അൻഹാ. ഒന്ന് സമയമെടുത്തിട്ടൊന്ന് അൽ കഹ്ഫ് ഒരു നോക്കിയ വെള്ളിയാഴ്ച വലിയൊരാനന്ദമായിരിക്കും, വല്ലാത്തൊരാനന്ദമായിരിക്കും. ഇതെങ്ങനെ പറയുമ്പോൾ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അതാ സ്വർഗം. നുസുലാന്ന് അപ്പുറത്ത് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞു ഫിർദൗസ്.
ഫിർദൗസ് കിട്ടും. ഒരു വല്ലാത്തൊരു വിരുന്ന് സൽക്കാരാണ് അവിടെ, എന്നും കിട്ടും. എന്നാലും മടുപ്പില്ല. അവിടുന്ന് ഒഴിവായി പോവുക, ഇവിടുന്ന് ഒന്ന് മാറുക, വേറെ എവിടേക്കെങ്കിലും ഒന്ന് പോവുക എന്നൊന്നും ആരും. ഒരു ചേഞ്ച് എപ്പോഴും മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട്. മടുത്തിട്ടാണ് ഈ ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു മടുപ്പ് അനുഭവപ്പെടുമ്പോൾ ഒന്ന് ചേഞ്ചിന് ആഗ്രഹിക്കും. അവിടെ അതില്ല എന്നാണ്. അതാണ് ഹിവൽ എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം അവരാഗ്രഹിക്കൂല. അത് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, ഐ ലാ യബ്ഗൂന തഹവ്വുലൻ ഔ നുസൂലൻ അമ്മാ ഹും ഫീഹി. അവരിപ്പോൾ നിലനിൽക്കുന്നിടത്തുനിന്ന് ഹത്തൻ നാസില മിൻഹും, കേട്ടോ ശ്രദ്ധിക്ക്, ഹത്തൻ നാസില മിൻഹും, സ്വർഗത്തിലെ ഏറ്റവും താഴെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ പദവികളുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെ താഴെ ഗ്രേഡിൽ താമസിക്കുന്ന ആളുകൾ പോലും അവൻ പോലും അഭിപ്രായപ്പെടും എന്ത്, അന്നഹു അക്മലുൻ നാസി നഈമ, ജനങ്ങളിൽ ഏറ്റവും വലിയ സൗകര്യത്തിലും സുഖത്തിലും ഞാനുള്ളത്. സ്വർഗത്തിലെ ഏറ്റവും താഴേക്കടയിലുള്ള ആൾ പോലും അത് മനസ്സിലാവും, അവനക്കത് തോന്നുന്നു. അപ്പം അതാണ് സ്വർഗം, സുഖങ്ങളുടെ കേദാരമാണ്. അല്ലാഹുമ്മ അദ്ഖിൽനാ അൽ ജന്ന യാ റബ്ബൽ ആലമീൻ. നിത്യവും ചോദിച്ചോളിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും സ്വർഗത്തെ 3 തവണ ചോദിച്ചാൽ, നരകത്തിൽ നിന്ന് 3 തവണ കാവൽ തേടിയാൽ, സ്വർഗം അള്ളാഹിനോട് റെക്കമെൻഡ് പറയും, റബ്ബേ എന്നിൽ അയാളെ പ്രവേശിപ്പിക്കണേ. നരകം അള്ളാഹിനോട് പറയും, റബ്ബേ എന്നിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ചോദിക്കണം. അതാണ് സ്വർഗം. ഇസ്ലാമിൽ എപ്പോഴും, ഖുർആനിൽ എപ്പോഴും ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്ന പരിപാടിയല്ല ഉള്ളത്. ഇസ്ലാമിക പ്രബോധനവും പ്രബോധകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ശൈലിയാണ് ഇസ്ലാമികമായ ഏറ്റവും മികച്ച ശൈലി. അതിൻ്റെ രാമാനുഷികത അത് വളരെ കൃത്യമാണ്. മനുഷ്യനങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചാൽ പോരെ, അതല്ലേ നല്ലത്? അല്ല, ഇസ്ലാമിൽ തെർഹീബ് മാത്രമല്ല തെർഗീബുമുണ്ട്. തെർഹീബ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കല. നരകം ഇങ്ങനെ പറയാ, പേടിപ്പിക്കുക, ചെയ്തിട്ടില്ല ഇങ്ങനെ കിട്ടും, നിങ്ങൾക്ക് ഇങ്ങനെ നരകില്ല, അങ്ങനത്തെ ശിക്ഷ ഉണ്ട്, ഇങ്ങനത്തെ, അത് മാത്രം പറഞ്ഞു പേടിപ്പിച്ച് ഇങ്ങനെ ജനങ്ങളെ നിർത്താനുള്ളതല്ല ഇസ്ലാം. അതിൻ്റെ മുമ്പെന്നുള്ള എന്ത് പറയും? തെർഗീബ് പറയും. എന്താ തെർഗീബ് എന്ന് പറഞ്ഞാൽ? സ്വർഗീയമായ ആനന്ദങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊതിപ്പിക്കും. മനുഷ്യൻ കൊതിപ്പിക്കും ചെയ്യും, പേടിപ്പിക്കുകയും ചെയ്യും. അത് പ്രവാചകന്മാരുടെ നിയോഗത്തിൻ്റെ, അവർക്ക് നിർവഹിക്കാനുള്ള ഡ്യൂട്ടി പോലും അതാണ്. പ്രവാചകനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതെന്താ? പ്രവാചകന്മാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞതെന്താ? റുസുലം മുബശ്ശിരീന വമുൻദിരീൻ. റുസുലം മുൻദിരീന എന്ന് മാത്രമല്ല, പേടിപ്പിക്കാൻ മാത്രമാണ് പ്രബോധനവും വയലും അതുപോലെ തന്നെ ക്ലാസ്സും ഒക്കെ എന്നുണ്ടെങ്കിൽ നബിമാര് വെറും മുന്തിരിങ്ങൾ എന്ന് അവരെ കുറിച്ച് പറയാം. പിന്നെ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ആദ്യം തന്നെ എന്ത് പറഞ്ഞു? അവര് മുബശ്ശിരീങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഐ മുബശ്ശിരീന ബിൽ ജന്ന, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നവരുമാണവർ. മുന്തിരീന, റബ്ബിന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നവർക്ക് നരകമുണ്ടെന്ന താക്കീര് നൽകുന്നവരുമാണ് ആര്? പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ചും നല്ലോണം മനസ്സിലാക്കണം, നരകത്തിൻ്റെ പേടിയും മനസ്സിലാക്കണം. അത് വിശ്വാസി എപ്പോഴും അങ്ങനെ തന്നെയാണ്. അവന് റജാവും വേണം, ഖൗഫും വേണം. അൽ മുഅ്മിനു ബൈന റജാഇ വൽ ഖൗഫി. അഹ്ലുസുന്നയുടെ അഖീദ അതാണ്. നമുക്ക് റജാ ഉണ്ട്, അള്ളാഹ് എനിക്ക് പുറത്തു തരും, ഞാൻ എൻ്റെ റബ്ബിനോട് പറയുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ റബ്ബ് സ്വീകരിച്ചേക്കും. എന്തെങ്കിലും അപാകതകൾ അറിഞ്ഞോ അറിയാതെയോ വന്നു പോകുന്നുണ്ടെങ്കിൽ എൻ്റെ തൗബയിലൂടെയും, ഇനി ഞാൻ അറിയാത്ത തെറ്റുകളുണ്ടെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ പ്രത്യേകമായ ഫള് മുഖേനയും അവൻ എനിക്ക് പുറത്ത് തന്നേക്കും. അങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരവും പ്രതീക്ഷയും നമുക്കുണ്ടാകണം. അതോടൊപ്പം അങ്ങനെ പ്രതീക്ഷ മാത്രം പോരാ, വൽ ഖൗഫ്, എന്തും വേണം? പേടിയും വേണം. ഞാൻ എൻ്റെ റബ്ബ് പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും റബ്ബെ എത്രയാ പൈൽ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാവുക? അതിൻ്റെ കണക്കും കേടും ഒക്കെ നോക്കി നെല്ലും പതിരും വേർതിരിച്ച് മഹ്ശറിലെത്തുമ്പോൾ എത്രയാപ്പൻ്റെ അമലിനൊക്കെ കൂലി കിട്ടുക? എത്രയൊക്കെയാണ് റിജക്റ്റഡ് ആവുക? ഏതൊക്കെ ശിക്ഷകളിലേക്കായിരിക്കാം ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരിക? എൻ്റെ റബ്ബ് എനിക്ക് പുറത്ത് തരാതിരിക്കുമോ എന്ന പേടിയും വേണം. രണ്ടും വേണമെന്നാണ്. അപ്പോൾ പ്രവാചകന്മാർ തന്നെ അങ്ങനെ മുബശ്ശിരീങ്ങളുമാണ്, മുന്തിരീങ്ങളുമാണ്. വിശ്വാസികൾക്ക് ആ ബശാറത്തിലും നദാറത്തിലും അവർക്കും വേണം ആ വിശ്വാസം. റബ്ബെ പൊറുക്കപ്പെടാതെ പോകൂ, റബ്ബെ ശിക്ഷിക്കപ്പെടുമോ? അതുകൊണ്ടാണ് സ്വർഗമുണ്ടെന്ന സുവിശേഷം അറിയിക്കപ്പെട്ട പ്രവാചകന്മാർ പോലും
അവരൊക്കെ സ്വർഗത്തിലല്ലേ? യൂസുഫ് നബി എന്തിനാ പ്രാർത്ഥിച്ചത്? തവഫനി മുസ്ലിമ എന്ന് പറഞ്ഞതിൻ്റെ ഉടനെ എന്ത് പറഞ്ഞു? വാൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്തിനാ യൂസുഫ് നബി അലൈഹി സ്വലാമൊക്കെ അത് പറയുന്നത്? റബ്ബ് ആദ്യം അവർക്കൊക്കെ സ്വർഗ്ഗം ഉറപ്പല്ലേ? പക്ഷെ അവർക്ക് പേടിയുണ്ട്, അവർക്ക് റജാവുണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിടത്ത് തന്നെ സൂറത്തുൽ അംബിയായിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്തി വയദഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. നബിമാരുടെ ഗുണം പറയാണ്, നബിമാരുടെ ഗുണ പറയുന്നത് കേട്ടോ. ഇന്നഹും സാധാരണക്കാരെയല്ല, നബിമാരെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് സ്വർഗ്ഗ ഓഫറാ, അവർക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് ഉറപ്പാ. പക്ഷെ എന്നാലും അവരുടെ ജീവിത ശൈലി നോക്കണം. ഇന്നഹും തീർച്ചയായും അവർ കാനു അവരായിരുന്നു യുസാരിഊന ഫിൽ ഖൈറാത്ത്, ഒരു ഖൈറാത്ത് കിട്ടാൻ, ഒരു നന്മ കിട്ടാൻ അവർക്ക് ചാൻസ് കിട്ടിയാൽ ഉടനെ അവരത് പിന്നേക്ക് നീട്ടിവെക്കാതെ പെട്ടെന്ന് അതിലേക്ക് മുന്നേറുന്നവരായിരുന്നു. ഒന്നാമത്തെ ക്വാളിറ്റി. രണ്ടാമത് പറഞ്ഞതെന്താ? വയദഊനനാ, ആ നബിമാര് നമ്മളെ വിളിച്ച് ദുആ ചെയ്യുന്നവരായിരുന്നു. എങ്ങനെ? റഗബൻ വറഹബാ, അല്ലാഹു ദുആ സ്വീകരിച്ച് പ്രതിഫലം കൊടുത്തേക്കും, സ്വർഗം കിട്ടിയേക്കും എന്ന മോഹത്തോടെയും ഇനി സ്വീകരിക്കാതെ പോകുമോ, നരകത്തിൽ എറിയപ്പെടുമോ എന്ന ഭയത്തോടുകൂടെയും നബിമാർ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നവരായിരുന്നു. നബിമാരെ കുറിച്ചാണ് പറയുന്നത്. വയദഊനനാ റഗബൻ വറഹബാ. മൂന്നാമത്തെ ക്വാളിറ്റി വകാനൂ ലനാ ഖാശിഈൻ. അവരൊക്കെ വളരെയേറെ നമ്മെ കുറിച്ച് നല്ല ഭക്തിയോടെ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു, നല്ല ഖുശൂഉള്ളവരായിരുന്നു. അംബിയാവിനെ കുറിച്ച് അല്ലാഹു തആല പറയുന്നു. അപ്പം നമ്മൾ എത്രത്തോളം നമ്മൾ മുന്നേറണം, എത്രത്തോളം നമുക്ക് ഖുശൂഉ വേണം, എത്രത്തോളം നമുക്ക് ഭയം വേണം, എത്രത്തോളം ആശങ്ക വേണം, എത്രത്തോളം പ്രതീക്ഷ വേണം, അതൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ ഈ സ്വർഗം പറയണ ഇതിനാണ്. എന്തിനാ ഈ സ്വർഗം പറയണത്? വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് കേട്ട് കൊതിയാണ് ഉണ്ടാവുകയാണ്. സ്വർഗം എന്ന് കേട്ടപ്പോൾ വഹദിലേക്ക് എടുത്തു ചാടിയ സഹാബത്തുണ്ട്. ഇതൊക്കെ ചരിത്രത്തിൽ പറയുന്ന യാഥാർത്ഥ്യങ്ങളാണ്, കഥകളൊന്നുമല്ലത്, കഥകളൊന്നുമല്ല. കാരക്ക അമ്പ് കുറ്റിയിൽ ഒരു ചെറിയ അമ്പിൻ്റെ ഉറയിൽ കാരക്ക നിറച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു കാരക്ക എടുത്തിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ആ സ്വർഗത്തിൻ്റെ വർത്താനം കേൾക്കുന്നത്. ആ സമയത്ത് തിന്നുന്ന കാരക്ക വലിച്ചെറിഞ്ഞിട്ട് പടക്കളത്തിലേക്ക് ഷഹീദായ സഹാബിമാരുണ്ട്. ആ കാരക്ക തിന്നുന്ന സമയം കൊണ്ട് എൻ്റെ ഷഹാദത്തിൻ്റെ അല്ലെങ്കിൽ ആ പുണ്യത്തിൻ്റെ എൻ്റെ ആ അവകാശം നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമുക്ക് പറയാൻ പോലും യോഗ്യതല്ല, ഒന്നും പറയാനും എഴുതാനും നമുക്ക് യോഗ്യതല്ല. അപ്പം അങ്ങനെയായിരുന്നു അവരൊക്കെ പോയ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്നത്. അത്ര വലിയ മുത്തഖീങ്ങളും ഖാശിഈങ്ങളുമൊക്കെ ഇസ്ലാമികമായി അവരുടെ ജീവിതത്തിൽ ഇത്രത്തോളം സൂക്ഷ്മത പാലിച്ചവരായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ എത്രത്തോളം സൂക്ഷ്മത പാലിക്കണം എന്ന് ആരെയും ബോധ്യപ്പെടുത്തേണ്ട, അവരവരോട് ചോദിച്ചാൽ മതി. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് മരണത്തെ നേരിടും, ഒറ്റക്കൊറ്റക്ക് ഇവിടുന്ന് പോകും, ഒറ്റക്ക് ഖബറിൽ കിടക്കും. പിന്നെ ഒറ്റക്കൊറ്റക്കാണ്, കൂട്ടത്തിലാണെങ്കിലും ഒറ്റക്കാണ്. അതാണ് ജനകോടികൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാണെങ്കിലും റബ്ബിന്റെ മുമ്പിൽ വിചാരണക്ക് വരുമ്പോൾ എങ്ങനെയാണ്? ഒറ്റക്കാണ്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദാ. എല്ലാവരും തന്നെ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്ക് വരെ എങ്ങനെയാണ്? ഒറ്റക്ക്. ഒരാൾ അങ്ങോട്ട് സഹായിക്കാനും ഒന്നിനുമില്ല. എൻ്റെ കാര്യം ഞാൻ പറയണം, ഓരോരുത്തരും അവരുടെ കാര്യം പറയണം. അതിനാ റഹ്മാനായ റബ്ബ് അവിടെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മളെ കൊതിപ്പിക്കുന്നതാണ്. ഞാനത് പറയണത് എന്തിനാ വെച്ചാൽ, വെറുതെ കുറേ ഹൂറികളെയും സ്വർഗത്തെയും പറഞ്ഞ് കൊതിപ്പിച്ചിട്ടും നരകത്തെയും അതുപോലെ തന്നെ അഗ്നിയെയും കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചിട്ടും ജനങ്ങളെ ഇങ്ങനെ മയക്കിക്കിടത്തുന്ന ഒരു തരം മയക്കുമരുന്നാണ് മതം എന്ന് പറയുന്ന നിരീശ്വര നിർമ്മതവാദികളുണ്ട്. ജാഗ്രത വേണം. ഇസ്ലാം അങ്ങനെ തന്നെയാണ്, മയക്കാനുള്ള ഒന്നല്ല, പേടിപ്പിക്കുകയും ചെയ്യും. പേടിപ്പിച്ചിട്ടും ഒതുക്കി നിർത്തും, നല്ല കൊതിപ്പിച്ചിട്ടും ഒതുക്കി നിർത്തും.
അത് ഇസ്ലാമിൻ്റെ ശൈലിയാണ്. അത് ഖുർആനിൽ എല്ലായിടത്തും കാണാം. നരകം മാത്രം പറയാറില്ല ഖുർആൻ, സ്വർഗവും പറയും, സ്വർഗത്തിൻ്റെ ഗുണങ്ങൾ പറയും. അതിന് ആരെന്ത് പരിഹസിച്ചാലും നമുക്ക് അതിനൊരു വിലയില്ല. സ്വർഗത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞ ഏതെങ്കിലും എടുത്തിട്ട് ആരെങ്കിലും ഇങ്ങനെ പരിഹസിക്കാനും ട്രോളാണ്. അപ്പോൾ നമുക്ക് വല്ല വിഷയമുണ്ടോ? ഒരു പ്രശ്നമല്ല. നമ്മളതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. വെറുതെ ഉണ്ടാവാൻ പോണതാണതേ. അത് ഉണ്ടാവുമോ ഉണ്ടാവൂലേന്ന് സംശയമുള്ളവനല്ലേ അതിന് ട്രോളുമ്പോൾ പ്രശ്നമുള്ളൂ. നമുക്കതിന് ബേജാറില്ലല്ലോ. നമ്മളിവിടെ ജീവിക്കുന്ന എത്രമാത്രം സത്യമാണോ അതിനേക്കാണ് സത്യമാണ് വരാൻ പോകണ സ്വർഗവും നരകവും എന്ന് വിശ്വസിക്കുന്നവരാണ്. അൽഹംദുലില്ലാ, അള്ളാഹു ആ ഈമാൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇവിടെ യാതൊരു ബേജാറും ഇല്ല അക്കാര്യത്തിൽ ആര് ട്രോളിയാലും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തൊക്കെ പഠിപ്പിച്ച പോലെ സ്വർഗത്തെക്കുറിച്ച് പഠിക്കണം, നരകത്തെക്കുറിച്ചും അറിയണം. അതാണ് ഇവിടെ അള്ളാഹു സൂറത്ത് യാസീൻ ഇവിടെ 3-4 കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ. അപ്പോൾ ഫീ ശുഗുലിൻ ഫാകിഹൂൻ, അപ്പോൾ സ്വർഗക്കാരായ ആളുകൾ ഫീ ശുഗുലിൻ, അവർ ചില ജോലികളിൽ ഫാകിഹൂന, ആനന്ദവും ആസ്വാദനവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അവിടെ മുഫസ്സിരീങ്ങൾ പറഞ്ഞു, എന്തിൽ നിന്നാണ് അവർ ശുഗല്, എന്തൊക്കെ ജോലിയാണ് അവർക്ക്? സുഖം കിട്ടുന്ന എന്തൊക്കെ ജോലികളുണ്ടോ ആ സുഖങ്ങളിലൊക്കെ അവർ വ്യാപൃതരാണ്. മൊത്തത്തിൽ അങ്ങനെയാണ്. ചില ആളുകൾ അതിൻ്റെ ചില മുഫസ്സിരീങ്ങൾ അവരുടെ ഇണകളുമായുള്ള ശാരീരികമായ ബന്ധത്തെക്കുറിച്ചാണത് എന്ന് പറഞ്ഞവരുണ്ട്. അതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞതുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് എല്ലാം പെടും അതിൽ. എന്തൊക്കെ ആസ്വാദനത്തിൻ്റെ കാര്യങ്ങൾ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ ആസ്വാദനങ്ങളിലായിരിക്കും അവർ ശുഗലാണ്. അതുകൊണ്ട് എന്ത് ശുഗല് അവർക്ക് പിന്നെ വേറൊന്ന് ചിന്തിക്കാൻ അവിടെ നേരല്ല. കണ്ടോ, മശുഗൂലൂന, അവർ ശുഗലിലാണ്. അനി തഫ്കീരി ഫീ ഗൈരിഹിം, മറ്റുള്ള കാര്യത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കുന്നല്ല മറ്റവരെങ്ങനെ അനുഭവിക്കണേ. കാരണം അവർക്ക് തന്നെ എല്ലാ നിലക്കും പൂർണ്ണ സുഖത്തിലാണ്. പിന്നെ വേറൊരാളോട് അവിടെ ഹസദില്ലല്ലോ, അവിടെ അസൂയല്ല, പകയില്ല, വിദ്വേഷമല്ല, ഒന്നുമില്ലാത്ത ലോകമാണല്ലോ സ്വർഗം. ആരോടും വിദ്വേഷമല്ല, ആരോടും അസൂയല്ല. ഇന്നിപ്പോൾ ഇവിടെ എന്നേക്കാണ് ഒരാൾക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് അസൂയായി. അവിടെ അതൊന്നുമില്ല. അവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഒരാളോട് വിദ്വേഷമല്ല, പകയില്ല, കുനിഷ്ടില്ല. നമ്മളെ നാടൻ മലയാളത്തിൽ ചിലരടുത്ത് പറയുന്നു കുയിന്തില്ല, ഒന്നുമില്ല. ആ പരിപാടിയൊന്നുമില്ല. എല്ലാവരും വളരെ ആസ്വാദനം മാത്രമാണ് അവിടെ. അതാണ് ഫാക്കിഹൂൻ. അതുകൊണ്ട് എന്താ കാരണം? ലിമാ ഷാഹദൂഹു മിനൻ നഈമിൽ മുഖീം, ശാശ്വതമായ സൗകര്യങ്ങളും വൽ ഫൗസിൽ അളീം, വമ്പിച്ച വിജയത്തിലുമാണവർ. ഫഹും യതഫക്കഹൂന ഫീ ദാലിക മസ്റൂരീന, അതുകൊണ്ട് തന്നെ ആ സുഖങ്ങളിലും സൗകര്യങ്ങളിലും ഇങ്ങനെ മുഴുകി സന്തോഷത്തിൽ ആറാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക്. മറ്റൊന്നും ചിന്തിക്കാൻ നേരല്ല. സന്തോഷത്തിനല്ലാത്ത മറ്റൊന്നും അവിടെ അല്ല. അതേ അവസരത്തിൽ അവിശ്വാസികളായ ആളുകൾ അവർ നരകത്തിൽ അവരുടേതായ ശിക്ഷകളും ഭീകരമായ രംഗങ്ങളും അതൊക്കെ വിശുദ്ധ ഖുർആൻ എമ്പാടും പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞു, കുറേ അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ പണ്ഡിത ലോകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന നിലക്ക് സർവ്വവിധത്തിലുള്ള ആനന്ദങ്ങളിലുമായിട്ട് അവർ ഏർപ്പെടുകയാണ്. ഇബ്നു അബ്ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു തആല അൻഹുമാ ഫാക്കിഹൂൻ എന്നുള്ളിടത്ത് ഐ ഫരിഹൂൻ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഫരിഹൂൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ളൊരു വേർഡ് പറഞ്ഞു മാത്രം. എന്താ ഫരിഹൂൻ എന്ന് പറഞ്ഞാൽ? വളരെ സന്തോഷത്തിലാണ്. ഫറഹ്, ഫരിഹൂൻ, അവർ സന്തുഷ്ടരാണ്, അവർ വളരെ ഹാപ്പിയാണ്, ഹാപ്പിയായിട്ട് അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവിടെ കേൾക്കുന്നത്. അതുപോലെ തന്നെ കാണുന്നത്, അനുഭവിക്കുന്നത്, എല്ലാം കൊണ്ടും വളരെയേറെ എല്ലാ അർത്ഥത്തിലും അവർ ഓരോ ശുഗലിലാണ്. ശുഗൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് സുഖങ്ങളുടെ ശുഗലുകളാണ്, അസൗകര്യങ്ങളുടെ പേരിലുള്ള തിരക്കല്ല. എല്ലാം സുഖാസ്വാദനങ്ങളിൽ. അതാണ് നമ്മൾ ശുഗല് പ്രത്യേകം മനസ്സിലാക്കണം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗം, തീർച്ചയായും നിശ്ചയമായും അന്ന് സ്വർഗത്തിൻ്റെ ആൾക്കാർ ഫീ ശുഗുലിൻ, സുഖാസ്വാദനങ്ങളുടെ അഥവാ ജോലികളിലായിക്കൊണ്ടിരിക്കും. ഫക്കിഹൂൻ, എങ്ങനെ? ആനന്ദത്തിൽ. ഫാക്കിഹൂൻ, അവർ വല്ലാതെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന നിലക്കുള്ള. ഇമാം ഖുർത്തുബി റഹിമഹുല്ല പറഞ്ഞു, യസ്തഗിലൂന ബി അൽവാനിൽ മലദ്ദാത്തില്ലതീ ഫിൽ ജന്ന, സ്വർഗീയമായ വ്യത്യസ്തങ്ങളായ ആനന്ദങ്ങളിൽ, ആസ്വാദനങ്ങളിൽ അവർ മുഴുകിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും എന്ന്. അങ്ങനെ വ്യത്യസ്തങ്ങളായ
എല്ലാ വീക്ഷണങ്ങളും മുഫസ്സിരീങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ആകത്തുക തന്നെ സ്വർഗത്തിൽ എല്ലാ നിലക്കും അവർ ശുഗലിലാണ്. എന്ത് ശുഗലിൽ? പ്രയാസത്തിൻ്റെ ശുഗലല്ല, വിരസതയുടെ ശുഗലല്ല, മടുപ്പിൻ്റെ ശുഗലല്ല, മറിച്ച് ഫാക്കിഹൂൻ വളരെയേറെ സന്തുഷ്ടരായി കഴിയുന്ന ആസ്വാദനത്തിൻ്റെ ആ ശുഗലിൽ ഇങ്ങനെ ഏർപ്പെടുന്നതിലൂടെ അവരെന്താണ്? ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. ഹും അവരും, വഅസ്വാജുഹും അവരുടെ ഇണകളും. ഹും അവരും, വഅസ്വാജുഹും അവരുടെ ഇണകളും. സൗജ് എന്ന മാത്രം, അസ്വാജ് എന്നൊക്കെ മാത്രം പറയുന്നിടത്ത് രണ്ട് വിഭാഗത്തെയും ഉദ്ദേശിക്കും. ഭാര്യയും പെടുവയിൽ ഭർത്താവും പെടും. ഈണാന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പ്രത്യേകം പറയുമ്പോൾ എന്ത് പറയും? സൗജ്, സൗജത്ത് എന്ന് പറയുമ്പോഴേ അവിടെ വ്യത്യാസമുള്ളൂ. അല്ലെങ്കിൽ മൊത്തം പ്രയോഗിക്കുമ്പോൾ ഇതിൽ എല്ലാവരും. അപ്പോൾ ഹും അവരും, വഅസ്വാജുഹും അവരുടെ ഇണകളും. സ്വർഗക്കാരായ ആൾക്കാർ അവരും അവരുടെ ഇണകളും. എപ്പോഴും പിന്നെ ആണുങ്ങളെക്കുറിച്ചാണ് പറയുക. അവർക്ക് കിട്ടുന്ന ഇണകളായ പെണ്ണുങ്ങളെക്കുറിച്ചുമാണ് ഖുർആൻ പറയുക. അത് ഖുർആനിനെ ചിലർ വിമർശിക്കാൻ കാരണമായിട്ടാണ്. ആണുങ്ങളെ മാത്രം ഒരു പുരുഷ മേധാവിത്വമാണ് ഖുർആനിൽ കാണുന്നത്. അതുകൊണ്ട് ഒരു പെൺ വായന നടത്തണം, അതുകൊണ്ട് ഒരു പെൺ തഫ്സീർ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ പറയാറുണ്ട്. അതിനൊന്നും ആവശ്യമില്ല. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ ഒരു ക്ലാസിക്കൽ, അതിൻ്റെ ആ കാലഘട്ടത്തിൽ തന്നെ ഒരു ഭാഷയിൽ ആരും തന്നെ ഭാഷയിൽ ആണുങ്ങളെ വർണ്ണിക്കാറില്ല. നോക്കിയിട്ടുണ്ട്. അപ്പോൾ കവികളെ വർണ്ണിക്കാരാണ് ഈ ഇസ്ലാമും ഒക്കെ അവിടെ മാറ്റി വെക്കുക. ഒന്നുമല്ലാത്തൊരു കവി നോട്ടിക്കളി. ഒരു കവി ഏതെങ്കിലും ആണുങ്ങളെ വർണ്ണിക്കണമെങ്കിൽ കിട്ടുന്നു. എല്ലാവരും വർണ്ണിക്കുക എന്താണ്? പെണ്ണിനെ വർണ്ണിക്കുക. അപ്പം മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണത്. ആ പെണ്ണിനെയാണ് എപ്പോഴും കവിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ വർണ്ണിക്കുക. അന്തിച്ചോപ്പിനെ പോലും വർണ്ണിക്കുക. നമ്മൾ പറയാൻ ഇഷ്ടപ്പെടാത്ത സ്ത്രീകളുടെ എന്താണ് അവരുടെ ഹൈലിനോടൊക്കെയാണ് വർണ്ണിക്കുക. ആലോചിച്ച് നോക്കണം. സമൂഹത്തിൽ കവികൾ അങ്ങനെയാണ്. അശ്വറാവു യത്തബിഉഹുമുല്ലാഹു അലം തറ അന്നഹും ഫീ കുല്ലി വാദി യഹീമു എന്ന് ഖുർആൻ പറഞ്ഞാണ്. കവികൾക്ക് ഇന്നതേ പറഞ്ഞോടൂ, ഇന്നതേ പാടിക്കൂടൂ എന്നൊന്നുമില്ല. എന്ത് തോന്നിയ സൗര് പാടും, എന്ത് തോന്നിയ സൗര് പറയും. അത് കവികളുടെ ഒരു ശീലമാണ്. അതിൽ നിന്ന് മോമിനീങ്ങളായ കവികളെ അല്ലങ്ങട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇല്ലല്ലദീന ആമനൂ എന്ന് ഖുർആൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഏതാ സൂറത്ത് എന്നറിയോ? കവികൾ എന്ന പേരിൽ ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. അതിൻ്റെ അറബി എന്താ? സൂറത്ത് ശുഅറാ. അതിൻ്റെ അവസാന ഭാഗത്ത് അതുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഖുർആൻ എന്താണ് എപ്പോഴും ആണുങ്ങൾക്ക് കിട്ടുന്ന സൗകര്യമായ പെണ്ണുങ്ങളെക്കുറിച്ച് പറയണം. എന്താ പെണ്ണുങ്ങൾക്ക് എന്താണ്? ഹൂറിലീങ്ങളായ ആണുങ്ങൾ വേണ്ടേ? അങ്ങനെ വയ്ക്കാം. അപ്പം എന്താ ഉണ്ടാവും? അതാർക്കാർ ആണുങ്ങൾക്ക് സ്പെഷ്യലായിട്ട് പെണ്ണുങ്ങൾക്ക് ഹൂറിലീങ്ങളുള്ള മാതിരി ഒരു പ്രത്യേക സൃഷ്ടികളായ ഹൂറിലീങ്ങളായ റിജാലിനെ അള്ളാഹു പടച്ചിട്ടുണ്ട് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊന്നും ഖുർആനിലും ഹദീസിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ അവർക്ക് എന്താ? നമ്മുടെ ഈ ആയത്തിൽ തന്നെ വരുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ എത്തുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. അപ്പം അങ്ങനെ ഒരു പെൺവായനയുടെ അല്ലെങ്കിൽ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ എന്ന് പറഞ്ഞിട്ടൊന്നും ആരും ഖുർആനിൻ്റെ നേരെ അമ്പെയ്യാൻ വേണ്ടി, ഒളിയമ്പെയ്യാൻ വേണ്ടി വെളുവറക്കേണ്ടതില്ല. അതൊക്കെ ലോകത്ത് കാണുന്ന എല്ലാ ക്ലാസിക്കൽ പോയട്രിയിലും എല്ലാ സമൂഹത്തിൽ കാണുന്ന സമൂഹത്തിൻ്റെ ഭാഷാ പ്രയോഗങ്ങളിലും സാമൂഹ്യമായ അവരുടെ സമ്പ്രദായങ്ങളിലൊക്കെ ഉള്ള കാര്യത്തെ തന്നെയാണ് ഇസ്ലാമും എന്ത് ചെയ്യുന്നത്? പരിഗണിക്കുന്നത്. ഇത് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്തൊരു ലോകത്തുള്ളവർക്കുള്ളതല്ല. ഖുർആൻ ഹുദല്ലിന്നാസ്. ഇതാർക്കുള്ളതാ? ഇത് പച്ചയായ മനുഷ്യൻ മാർഗദർശനത്തിനുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ കൗതുകം തോന്നിപ്പിക്കുന്നതും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് എടുത്തു പറയാം. വിശുദ്ധ ഖുർആൻ പറയല്ലേ, സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസായി എന്ന് പറയും. എന്താ പെണ്ണുങ്ങൾക്ക് മിന റിജാലി എന്നും പറയണ്ട. അപ്പോൾ എന്താ അവിടെ മിനൻ നിസായി എന്ന് പറയുന്നത്? അപ്പം അതാണ്, അത് പൊതുവേ അങ്ങനെയാണ്. പൊതുവേ എല്ലാവരും അങ്ങനെയാണ് പ്രയോഗിക്കുക. അത് ഇസ്ലാമും പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല. അതുകൊണ്ട് സ്ത്രീകളോട് അവിടെ വല്ല അനീതി ഉണ്ടോ? വിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം പറഞ്ഞു. ഇനി ഖുർആൻ്റെ എല്ലാ ഭാഗവും കാണുമല്ലോ. വിമർശിക്കുന്നവന് ഒരു തുണ്ടെടുക്കല്ലേ വേണ്ടു. ഖുർആൻ എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിയുടെ ലോകത്ത് മൻ അമില മിൻകും സാലിഹൻ മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ. അതേ കണ്ടീഷനുള്ളൂ. മൂമിനായിരിക്കണം. ആണോ പെണ്ണോ എന്നൊന്നും അല്ലാഹു നോക്കൂല.
മുഅ്മിനാണോ പുരുഷൻ ചെയ്താലും സ്ത്രീ ചെയ്താലും അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് ഉന്നതമായ പദവി ഉണ്ട് എന്നാണ്. അപ്പം അവിടെ ആ വിവേചനമൊന്നും ഇല്ല. അവ ശരി. അപ്പം ഇവിടെ പറയാണ് ഹും അവരും അവസുവാജുഹും അവരുടെ ഇണകളും, ഇനി അവരുടെ ഭാര്യമാരെന്ന് വെച്ചാലും കുഴപ്പമില്ല. ഫീ ളിലാലിൻ തണലുകളിലായി, ഫീ ളിലാലിൻ തണലുകളിലാണ്. അലൽ അറായികി മുത്തകിഊൻ, അലൽ അറായിക്. ളിലാൽ എന്ന് പറഞ്ഞാൽ ലില്ലത്ത് അല്ലെങ്കിൽ ലില്ല്, അതിൻ്റെ ബഹുവചനാണ് ളിലാൽ. ളിലാൽ തണല്, നിഴല് എന്നൊക്കെയാണ് അർത്ഥം. ളിലാൽ, ഫീ ളിലാലിൻ. പിന്നെ അലൽ അറായിക്കി, അരീക്കത്തിൻ്റെ ബഹുവചനാണ് അറായിക്, അരീക്കത്ത്. അരീക്കത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ സരീർ എന്ന് പറയാം. സരീർ എന്ന് പറഞ്ഞാൽ എന്താ? കട്ടിലാണ്. കട്ടിലാണ്, ബെഡ്, കട്ടിലാണ്, കോട്ട്. സാധാരണ സരീറിനെ തൊട്ട് പ്രയോഗിക്കില്ല അരീക്കത്ത്. കുറച്ച് അലങ്കൃതമായ ഇരിപ്പിടോ അല്ലെങ്കിൽ കട്ടിലിനൊക്കെയാണ് എന്ത് പറയാം? അരീക്കത്ത് എന്ന് പറയാം. അപ്പം അലങ്കൃതമായ സോഫകളിന്മേൽ, കട്ടിലുകളിന്മേൽ. ഇപ്പം സാധാരണ കട്ടിലുകൾ ഉണ്ടാവും, ചിലയിടത്ത് കട്ടിലിൻ്റെ മീതെ തന്നെ ആ കട്ടിൽ കണ്ടാൽ തന്നെ മനുഷ്യങ്ങനെ അന്തം വിട്ട് കുറച്ചു നേരം നോക്കിയൊന്ന് പോകും. കാരണം അത് വല്ലാതെ അലങ്കരിച്ചിട്ടുണ്ടാവും. അതിന് മുകളിലേക്ക് വേറൊന്ന്, അതിനൊരു അരീശ് ഉണ്ടാവും, ഒരു പ്രത്യേക തണൽ, അല്ലെങ്കിൽ ഇത് കിട്ടുന്ന നിരക്ക് മേലെ കുറേ മേലാപ്പ്, അലങ്കാരങ്ങൾ, ചുറ്റും കർട്ടനുകൾ നോക്കി നിന്ന് പോകും. അങ്ങനെയല്ലേ അരീക്കത്ത്? അതിനൊക്കെയാണ് അരീക്കത്ത് എന്ന് പലപ്പോഴും പ്രയോഗിക്കുക. അപ്പോൾ ഒരു സാധാരണ ഒരു കട്ടിലല്ല എന്നർത്ഥം. നമുക്ക് പരിചയമുള്ളതല്ലേ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സ്വർഗത്തിലിപ്പോൾ നമ്മൾ കട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ഈ കട്ടിലിനെ പാണ്ടുപോകണം, ഇതിപ്പോൾ അവിടെ 5 സ്റ്റാറിൽ പൈസ കൊടുത്താൽ കിട്ടൂലേ? ഇങ്ങനെയൊന്നും ചിന്തിക്കട്ടെ. നമുക്ക് മനസ്സിലാവണല്ലേ നമ്മളോട് പറയാൻ പറ്റുള്ളൂ. സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം കൊത്തിവെക്കണം. മാലാ ഐനുൻ റഅത്ത് വലാ ഉദുനുൻ സമിഅത്ത് വലാ ഖൽബുൻ ദീ ഖത്തരിൻ, ഒരു ഖത്തറത്ത് വലാ ഖൽബുൻ, ഒരു ഹൃദയത്തിലും ഇന്ന് വരെ ഇമേജ് ചെയ്യാൻ കഴിയാത്തത്, ചിന്തിക്കാൻ കഴിയാത്തത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്. അതാണല്ലോ എന്ത്? സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മൾ ഈ വിചാരിക്കണതൊന്നുമല്ല. സ്വർഗത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അവിടുത്തെ എന്ത് കാര്യം പറഞ്ഞാലും അങ്ങനെയാണ്. ഈ ദുന്യാവിലും അതും തമ്മിൽ എന്തിന് മാത്രമേ ബന്ധമുണ്ടാവുള്ളൂ? പേരിൽ മാത്രം. ബാക്കി ഒരു ഫുഡാണെങ്കിൽ അതിൻ്റെ രുചിയിലും നിറത്തിലും മണത്തിലും ക്വാളിറ്റിയിലും ഒക്കെ വ്യത്യാസമായിരിക്കും. എല്ലാം വ്യത്യാസമാണ്, ഒരു ബന്ധമില്ല. പിന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇങ്ങനെ നമുക്ക് പരിചയപ്പെടുത്തി തരണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന ചില ഭാഷാ പ്രയോഗങ്ങളും വേർഡുകളും കൊണ്ടേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അത് പറയുന്നു എന്ന് പറയും. അത് നമ്മുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ച് എപ്പോൾ കേൾക്കുമ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ സ്വർഗത്തിൽ അവർ പിന്നെ അലൽ അറായിക്ക്, അലങ്കൃതമായ സോഫകളിന്മേൽ അല്ലെങ്കിൽ കട്ടിലുകളിന്മേൽ, മുത്തകിഊന, അവർ ചാരിക്കിടന്നുല്ലസിക്കുന്നവരാണ് അല്ലെങ്കിൽ ചാരി ഇരുന്നുല്ലസിക്കുന്നവരാണ്. ഇത്തക്ക മുത്തക്കി, ചാരിയിരിക്കുന്നവർ. അങ്ങനെ ചാരിയിരിക്കുന്നതിനാണ് എന്താ പറയാ? മുത്തകിഊന. അത് കുറേ ആളുകൾ അത് പറയുമ്പോൾ ബഹുവചന പ്രയോഗം. ഇപ്പോൾ സ്വർഗീയമായ നിഴലുകൾ, സ്വർഗത്തിൻ്റെ നിഴലുകളെക്കുറിച്ച് പറഞ്ഞിടത്ത് പോലും നമ്മൾ മനസ്സിലാക്കേണ്ടിടത്ത് അവിടെ നിഴല് തണൽ എന്നൊക്കെ പറയുമ്പോൾ ആരും മനസ്സിലാക്കണ്ട. സാധാരണഗതിയിൽ നമ്മളൊരു തണലത്തേക്ക് കയറിയിരിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചൂട് സഹിക്കാനിട്ട്. ഇനി സ്വർഗത്തിൽ ശംസൊന്നുമില്ല. സ്വർഗത്തിൽ എന്തില്ല? വെയിൽ വേണമെങ്കിൽ അവിടെ ശംസ വേണ്ടേ? അവിടെ ശംസൊന്നുമില്ല. സ്വർഗത്തിൽ ചൂടെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഈ കാണുന്ന ളിലാലും അത് പ്രത്യേക കുളിര്, ഒരു ആസ്വാദനത്തിൻ്റെ പ്രത്യേകമായൊരു തരം തണലുകളാണ്. തണൽ വൃക്ഷങ്ങൾ അവിടെയുണ്ട്, അതും ആസ്വാദനമാണ്. ആ തണലുകളെ സംബന്ധിച്ചൊക്കെ നമുക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിരുന്നത്, വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതെന്താണ്? വളില്ലിം മംദൂദ്, നീട്ടിയിടപ്പെട്ട തണലുകൾ. കുറച്ചൊന്നല്ല തണല്, കുളിര് പകരുന്ന പ്രത്യേക വൃക്ഷത്തിൻ്റെ തണലുകൾ കുറച്ചൊന്നുമല്ല. നമ്മൾ സ്വർഗത്തിലെ മരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ 4 മീറ്റർ ഉയരോ 2 മീറ്റർ 1 മീറ്റർ അല്ലെങ്കിൽ ഇത്തിരി വീതിയൊക്കെ ഉള്ള അങ്ങനെ മരം അങ്ങനെ സങ്കല്പിക്കണ്ട. അല്ല തേക്കോ മാവോ
അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും മരങ്ങളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, മനസ്സിൽ കൊണ്ടുവരണ്ട. അതിനെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സ്വർഗത്തെക്കുറിച്ച് നമ്മൾ എന്ത് കേൾക്കുമ്പോഴും ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, വലാ ഖത്തറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും ഇന്ന് വരെ അവന് നിരൂപിക്കാൻ പോലും കഴിയാത്തത്, അതാ സ്വർഗം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഖുർആൻ പറഞ്ഞല്ലോ, ലില്ലിം മംദൂദ് എന്ന്. അവിടെ നീട്ടിയിടപ്പെട്ട തണലാണ് എന്ന് പറഞ്ഞാൽ ആ തണലിന് മുറിഞ്ഞു പോവില്ല. എത്ര കാലം ഓടേണ്ടി വരും എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തിൻ്റെ തണൽ അത് നീണ്ടു കിടക്കുകയാണ്. ഏതുവരെ? 100 കൊല്ലം ഒരാൾ സ്പീഡുള്ള കുതിരപ്പുറത്ത് ഓടി തീർക്കേണ്ടി വരും അതിൻ്റെ തണൽ തീരണമെങ്കിൽ. 100 കൊല്ലം. സുബ്ഹാനല്ലാഹ്. നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്നു, നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരു വൃക്ഷത്തിൻ്റെ ഒരു തണൽ എത്രയാണ്? 100 കൊല്ലം ഒരാൾ യാത്ര ചെയ്യണമെന്ന്. അപ്പോൾ എത്രയായിരിക്കും ആ മരത്തിൻ്റെ വലുപ്പം? എന്തായിരിക്കും അതിൻ്റെ ഭംഗി? എന്തായിരിക്കും അവിടുത്തെ അലങ്കാരം? സ്വർഗം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണുമ്പോൾ സ്വർഗത്തിന് പറയുമ്പോൾ തോട്ടം, ഒരു തോട്ടമുണ്ട്, അരിയുടെ വെള്ളം ഒഴുകി അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ സങ്കല്പിക്കുക, നമ്മുടെ നാട്ടിൽ ചെറിയൊരു തോട്ടം, അതിന് നടുക്കക്കൂടി ചെറിയൊരു അരുവി ഇങ്ങനെ ഒഴുകണം. അതൊന്നും അല്ലല്ലോ. നമുക്ക് മനസ്സിലാകാൻ പറയണതല്ലേ. സ്വർഗീയമായിരുന്നു പറയണേ നമ്മളെ ബുസ്താനം, അവിടുത്തെ ബുസ്താൻ എന്ത്, എല്ലാം വ്യത്യാസമല്ലേ? എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുകൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ട്രോളാൻ തോന്നണമൊക്കെ എന്തുകൊണ്ടാച്ചാൽ ദുന്യാവുമായിട്ട് ഇങ്ങനെ സങ്കല്പിക്കുകയാണ്, കണക്ട് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈമാൻ അടിയുറച്ചു നിൽക്കാൻ ഖുർആൻ പറഞ്ഞ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സ്വർഗത്തെക്കുറിച്ച് എപ്പോൾ കേൾക്കുമ്പോഴും അടിസ്ഥാനപരമായ ഈ ഒരു പ്രത്യേകമായ കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. നോക്കൂ നിങ്ങളപ്പോൾ എത്ര വർഷങ്ങൾ വേണ്ടി വരും വാസ്തവത്തിൽ മരത്തിൻ്റെ തണൽ ഭേരിച്ച് കിടക്കണമെങ്കിൽ. അങ്ങനെയുള്ള വൃക്ഷം, അതാ ലില്ലിം മംദൂദ് എന്ന് പറഞ്ഞത്. ലില്ലിം മംദൂദ്. അപ്പോൾ അവർ ലിലാലുകളിലാണ്. അലൽ പിന്നെ അവരുടെ അവരുടെ ഇണകളും ഖുർആൻ എത്രയാണ് വിവരിച്ചത്. സ്വർഗീയമായ ഇണകളെക്കുറിച്ച് വിവരിച്ചിടത്ത് വിശുദ്ധ ഖുർആൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകതകളെന്നും ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫബഹൂറുൻ ഐൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ എന്നാണ് പറഞ്ഞത് സൂറത്തുൽ വാഖിഅയിൽ. അവിടുത്തെ സ്വർഗീയമായ ഹൂറികളെ കുറിച്ച് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്ത് ഒളിപ്പിക്കപ്പെട്ട മുത്തുകളെ പോലെ. ചിപ്പിക്കകത്ത് ഒളിപ്പിക്കപ്പെട്ട മുത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് വെയിലും കൊള്ളൂല, ഒരാളുടെയും കൈ ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല, അത്ര സാഫിയായിരിക്കും. അത്രയും എന്താണ്, മറക്കകത്താണത്. ഒരാൾ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല. അതിൻ്റെ മനോഹാരിതയും നിറവും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആ എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞു. സൂറത്തു റഹ്മാനിലെ 58-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? കഅന്നഹുന്നൽ യാഖൂതു വൽ മർജാൻ, മരതകവും പവിഴവുമൊക്കെയാണ്. അതുപോലെ ഉണ്ടവരെ കണ്ടാൽ അവരുടെ നിറവും അവരുടേതായ ഭംഗിയും ഒക്കെ. സ്പെഷ്യലായി പടക്കപ്പെടുന്നവരാണവർ. സ്പെഷ്യലായി പടക്കപ്പെടുന്നവരാണ് ആര്? ഹൂറികൾ. അത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. അത് അല്ലാഹു പറഞ്ഞതാണ്. ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ. കണ്ടോ? നാം അവരെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വർഗീയ ഹൂറികൾ എന്ന് പറയുന്നത് സ്വർഗത്തിലെ പുരുഷന്മാർക്ക് വേണ്ടി അല്ലാഹു തആല പ്രത്യേകം സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികൾ തന്നെയാണ്. അതാണ് ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറ, നിത്യ കന്യകകളാണ്. ഉറുബൻ അത്റാബ, സമപ്രായക്കാരാണ്, തരുണികളാണ് എന്നൊക്കെ അവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പുറമെയാണ് വിശ്വാസികൾക്ക് അവരുടേതായ ഇണകളും. വിശ്വാസികൾക്ക് അവരുടേതായ ഭാര്യമാരുണ്ട്. അവരുടെ കൂടെ ജീവിച്ച ഭാര്യമാരും സ്വർഗത്തിലുണ്ട് എന്നാണല്ലോ. അപ്പൊ പിന്നെ മനുഷ്യന്മാർ വിചാരിക്കുകയാണ് എങ്ങനെ, ഇവിടെ തന്നെ ഇടങ്ങേറായിട്ടാണുള്ളത്, ഇപ്പൊ ഇവളാപ്പ അടുത്തേക്ക് വരാൻ പോണത്, അല്ലെങ്കിൽ ഇവനെ ഇപ്പം എനിക്ക് അവിടെ കിട്ടാൻ പോണത്. അതുകൊണ്ട് ആ മയ്യത്ത് സ്കരിക്കുമ്പോൾ എന്ത് പറയണത്? ഞാനും നിങ്ങളും മയ്യത്ത് സ്കരിക്കുമ്പോൾ എന്താ പറയല്? ഒന്നും പറയില്ലേ? റബ്ബേ ദുന്യാവിലുള്ള ഇണയേക്കാൾ ഹൈറായതിനെ കൊടുക്കണേ പറയില്ലേ മയ്യത്ത് നിസ്കാരത്തിൽ? ഞാൻ സാന്ദർഭികമായിട്ട് പറയണേ, മയ്യത്ത് നിസ്കാരം അതിൻ്റെ റൂഹ്, അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അതിൽ ദുആയാണ്. മഹാഭൂരിപക്ഷത്തിനും അറിയാത്തതും അത് തന്നെയാണ്. ഞാനൊരു സ്വകാര്യമായ ദുഃഖങ്ങളോട് പറയണേ, ഈ ഉമ്മത്തിൻ്റെ, മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചുള്ളൊരു സ്വകാര്യ ദുഃഖമാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്.
നമ്മളിൽ അങ്ങനത്തെവരുണ്ടാകാൻ പാടില്ല. മയ്യത്ത് നിസ്കാരത്തിന് ഏത് മക്കളും അതുപോലെ തന്നെ മറ്റു പലരും കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്നോളാം ഇമാമത്ത് എന്ന് പറയും. എന്താ കാരണം എന്നറിയോ? ആ നിസ്കാരത്തിൽ ഉറക്കൊന്നും പറയണ്ട. ആ നിസ്കാരത്തിൽ ഉറക്കെ ഒന്നും പറയണ്ട. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഫാത്തിഹ ഓതനുണ്ട്, പ്രശ്നമൊന്നുമില്ല. ബാലപാഠം പഠിച്ചവർക്കൊക്കെ ഫാത്തിഹ അറിയാം. സ്വലാത്ത് ചെല്ലുന്നുണ്ട്, നമ്മളെ നിസ്കാരത്തിൽ തശഹുദിൽ ചെല്ലുന്ന സ്വലാത്ത് ചെല്ലിയാൽ മതി. അത് രണ്ടും പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല മിക്ക ആളുകൾക്കും. മൂന്നാമത്തത് പ്രശ്നമാണ്. അല്ലാന്നാര് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ക്ലാസ് പിരിഞ്ഞു പോയിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ നിങ്ങളെ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കണം, എനിക്ക് ജനാസ നിസ്കരിക്കാൻ കൃത്യമായി ആ ദുആ പറയാൻ അറിയുമോ? ആണും ചിന്തിക്കണം, പെണ്ണും ചിന്തിക്കണം. അറിയുമോ? അള്ളാഹുവിനെ സ്തുതിക്കണം, നിലനിൽക്കാൻ പ്രാർത്ഥിക്കണം. അറിയില്ലേ? അടുത്ത നിമിഷം മുതൽ അത് പഠിക്കാൻ ആരംഭിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ അത് പറയണേ. നമ്മളെ ബന്ധപ്പെട്ട ഒരാൾ മരിച്ചിട്ട് അപ്പം ദുആന്റെ ബുക്ക് തിരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. അദ്കാറിൻ്റെ ആപ്പ് തിരഞ്ഞിട്ടും കാര്യമില്ല. അത് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് നിർവഹിക്കാൻ കഴിയൂല. അവിടുന്ന് മരിച്ചിട്ട് പഠിക്കേണ്ടതല്ല. നമ്മളെ ബന്ധപ്പെട്ട ആരെങ്കിലും മരിച്ചിട്ട് പഠിക്കേണ്ടതല്ല ജനാസ നിസ്കാരത്തിലെ ദുആ. മരിക്കണതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. ഞാനാവട്ടെ ആരാവട്ടെ, എൻ്റെ കുടുംബത്തിൽ ആരെപ്പോഴാണ് മരിക്കാൻ എനിക്കെന്താ ഗ്യാരണ്ടി? മറ്റുള്ളവർക്ക് എന്താ ഗ്യാരണ്ടി? അതങ്ങനെ എപ്പോഴും ഇങ്ങനെ റെഡി ആയിട്ടുണ്ടാവേണ്ടത്. അത് ഏറ്റെടുക്കാൻ ധൈര്യം വേണം. ഒരു വേള മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് പ്രവേശിക്കാൻ വരെ ധൈര്യം കാണിക്കണം. മുഴുവനായിട്ട് അറിയില്ലെങ്കിലും മറ്റുള്ളവർ കുളിപ്പിക്കുമ്പോൾ അതിൽ കയറാൻ ധൈര്യം കാണിക്കണം. എൻ്റെ വാപ്പനെയാണ് കുളിപ്പിക്കണം, അല്ലെ എൻ്റെ ഉമ്മനെയാണ് കുളിപ്പിക്കണം. അവിടെ ഞാൻ ഉണ്ടാവണം. മറ്റുള്ളവരുണ്ടായിക്കോട്ടെ, പരിചയമുള്ളവരുണ്ടായിക്കോട്ടെ. ഒറ്റക്ക് എനിക്ക് പരിചയമല്ല, ധൈര്യമല്ല. എന്നാലും മൂന്നാളുണ്ടോ, നാലാമനായി നിങ്ങൾക്ക് കയറണം. നമ്മളെ ബാപ്പനെ, നമ്മളെ അമ്മനെ, നമ്മളെ ബന്ധപ്പെട്ടവരെ അവസാനമായി അണിയിച്ചൊരുക്കി പറഞ്ഞയക്കുന്ന, എന്നൊന്നും ജീവിതത്തിൽ മരണം വരെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ചിത്രമാണത്. അപ്പം അതൊക്കെ വലിയ കാര്യങ്ങളാണ് ജനാസയുമായി ബന്ധപ്പെട്ട്. അപ്പം ജനാസ നിസ്കാരത്തെക്കുറിച്ച് പല ആളുകൾക്കും അറിയില്ല. നമ്മൾ ഒരുപാട് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. ഒരു മൂലക്കെ കിടന്ന് കരഞ്ഞു, നിന്ന് കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു, മാഫി ഫായിദ, അവിടൊന്നും കാര്യമില്ല. അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ധൈര്യസമേതം ചെയ്യാൻ. ഖബറിലിറങ്ങാൻ ചാൻസ് കിട്ടോ? ഖബറിലിറങ്ങണം. പരിചയമുള്ളവരിറങ്ങിക്കോട്ടെ, കൂടെ നമ്മളും ഇറങ്ങാം. ഒരു തലക്ക മയ്യത്ത് പിടിക്കാൻ ഞാനും ഇറങ്ങാം. അതൊക്കെ ശീലിക്കണം ഈ ഉമ്മത്ത്. ശീലിക്കണം, ധൈര്യം കാണിക്കണം. അവിടെ ഒന്നും നമ്മൾ വിട്ടുമാറി നിൽക്കരുത്. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കയറിച്ചിടുന്ന കാര്യത്തിൽ കിട്ടുന്ന അവസാന ചാൻസാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വേറെ ഏറ്റവും പ്രധാനമാണ് ഈ പറഞ്ഞ ഈ കാര്യം. ഞാൻ ജനാസ നിസ്കാരം ഓരോരുത്തരും ചോദിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച ആ ദുആ സഹാബത്ത് പറയാണ്. അത് ഞങ്ങളിങ്ങനെ കേട്ടപ്പോൾ അള്ളാഹിൻ്റെ റസൂല് ആ ജനാസക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് സഹാബത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉറക്ക നബി അതിങ്ങനെ ദുആ ചെയ്തു എന്നാണ് ചരിത്രത്തിൽ. നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബിമാർ പറയണ്, എന്താ പറഞ്ഞെന്നറിയോ? ആ കിടക്കണ മയ്യത്ത് ഞാനായെങ്കിൽ ഞാൻ കൊതിച്ചു പോയിന്ന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ ദുആ കേട്ടിട്ട്. അങ്ങനത്തെ മുത്ത് ആശയങ്ങൾ അടങ്ങിയ സുപ്രധാനമായ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്. അത് അർത്ഥമറിഞ്ഞ് ഒരു ജനാസക്ക് വേണ്ടി ചെയ്യാൻ നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കറിയാം? ആരെയും കുറ്റം പറയല്ല. ഞാൻ എന്നോടാ ചോദിക്കണം, ഞാൻ എന്നോടാ ചോദിക്കണം. അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ വലിയ പുണ്യമാണത്. നമ്മളും നമ്മളെ റബ്ബുമായിട്ട് നടത്തുന്ന മുനാജാത്താണ്. അതാരും കേൾക്കാനൊന്നുമില്ല. എന്താണാ പറയുന്നത്? അപ്പം അതുകൊണ്ട് ജനാസ നിസ്കാരത്തിൻ്റെ ദുആ ഞാൻ പറഞ്ഞു വരുന്നത് എവിടുന്നാ പോയിരുന്നറിയോ? അതിലുണ്ട് അബ്ദിൽ ഹുദാറൻ ഖൈറൻ മിൻ ദാരിഹി വ അഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വ സൗജൻ ഖൈറൻ മിൻ സൗജിഹി. അപ്പം സ്വർഗത്ത് പോകുമ്പോൾ ആരും ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇവളെന്നെ ഇഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയെന്ന് ബേജാറാവൊന്നും വേണ്ട. അവിടെ കടന്നു കിട്ടിയാൽ മതി. ഇനി ഏത് കിളവിയായി കിളവിയാ കൂടെ കിടക്കാൻ വരിക അല്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ തമാശകളിൽപ്പെട്ടൊരു തമാശ ഉണ്ട്. അള്ളാഹിൻ്റെ റസൂല് തമാശ പറഞ്ഞാലും അതിൽ ഗുണപാഠങ്ങളാണ് ഉണ്ടാവുക. ഒരിക്കൽ ഒരു പ്രായമുള്ള ഉമ്മ വന്നിട്ട് ചോദിച്ചു അള്ളാഹിൻ്റെ റസൂലിനടി പോയി, ഞാനൊക്കെ സ്വർഗത്ത് പോകുക ചോദിച്ചു. നബി പറഞ്ഞു, ഇല്ല, നീ പോവില്ല. വലിയ വിഷമമായി ആ അമ്മക്ക്. അള്ളാഹിൻ്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
നിങ്ങൾ ഇക്കോലത്തിൽ പോകില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല സുന്ദരി കുട്ടിയായിട്ട് പോകും നിങ്ങൾ പറഞ്ഞു. 33 എപ്പോഴും 33 എന്നും 33. ഒരു മനുഷ്യ പ്രായത്തിൻ്റെ നട്ടുച്ചയാണ്. എന്നും 30കളിലാണ്. അതാ സ്വർഗം. എന്തിനങ്ങനെയൊക്കെ മോഹിപ്പിക്കുന്ന അള്ളാൻ്റെ റസൂല്? മോഹിപ്പിക്കും, മോമിനീങ്ങൾക്ക് ഉപകരിക്കും. മോഹിപ്പിച്ചിട്ട് സ്വർഗത്തെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് മനുഷ്യനെ നന്നാക്കാൻ നോക്കും. നരകത്തെ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മനുഷ്യനെ നന്നാക്കാൻ നോക്കും. രണ്ടുമുണ്ട്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതിന് ഇനി ആരും ട്രോളിയിട്ട് കാര്യമൊന്നുമില്ല. ഈ ട്രോളിയിട്ട് കാര്യമില്ലാന്ന് ഞാൻ അങ്ങനെ പറയണത് എന്താണെന്ന് ഇടയ്ക്കിടെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അത് സോഷ്യൽ മീഡിയയിൽ ബന്ധമുള്ളവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് പറയേണ്ടത്. അതിലൊന്നും വീണ് പോകണ്ട. നമുക്കൊന്നും അതിൽ യാതൊരു വിഷമമല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കുക. കണ്ടോ നമ്മൾ ഇവിടുന്ന് പോയത്? വാസുമാജുഹും, അവരുടെ ഇണകളും അവരൊക്കെ. അപ്പം സ്വർഗീയമായ ഹൂറികൾക്ക് പുറമേ അള്ളാഹു തആല സ്പെഷ്യലായി സൃഷ്ടിച്ചിട്ടുള്ള ഈ പെണ്ണുങ്ങൾക്ക് പുറമേ അവരവരുടെ ഇണകളുമുണ്ട്. അതിനെന്ത് വേണം? അവരെ മക്കളുമുണ്ട്. അതിനെന്ത് വേണം എന്നാണ് പറഞ്ഞത്? ഈ മാതാപിതാക്കളുടെ ആശയത്തിൽ ഇവരും ഉണ്ടാവണം. ഈ മാതാപിതാക്കളുടെ ആശയത്തിൽ, അവരുടെ ആശയത്തിലല്ല, അള്ളാന്റെ ആശയത്തിലാണ് മാതാപിതാക്കളുള്ളത്. അപ്പൊ ഈമാനിൽ മാതാപിതാക്കളെ ഫോളോ ചെയ്ത മക്കളാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ഭർത്താവാണെങ്കിൽ അവരൊക്കെ ഒന്നിച്ചവിടെ ഉണ്ടാവും. എവിടെ ഉണ്ടാകും? സ്വർഗത്തിലുണ്ടാകും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, ശാശ്വതമായ സ്വർഗങ്ങളിൽ, യദ്ഖുലൂനഹാ, ആ വിശ്വാസികൾ പ്രവേശിക്കുന്നതാണ്. അടുത്ത വാചകം കേട്ടോളൂ. വിശ്വാസികൾ മാത്രമല്ല, വമൻ സ്വലഹ, നന്നായവരും അവരുടെ കൂടെയുണ്ടാകും. ആരുടെ കൂട്ടത്തിൽ നിന്ന്? മിന്നാബാഇഹിം, അവരുടെ മാതാപിതാക്കളിൽ നിന്ന്. ഉമ്മണ്ടോ? ഉമ്മയും മൂമിനത്താണോ? മക്കളെ കൂടെ ഉണ്ടാവും. വാസ്വാജിഹിം, അവരുടെ ഇണകളിൽ നിന്നും. ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുണ്ട്, ഭാര്യയുടെ കൂടെ ഭർത്താവുണ്ട്. ആശയത്തിൽ ഒന്നാണെങ്കിൽ, അഥവാ ഈമാനിൽ ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ, കർമ്മങ്ങളിൽ കുറച്ച് പിന്നോക്കമാണെങ്കിലും അത് അടിവരയിട്ടോളൂ. എൻ്റെ വക പറയണതല്ല, അള്ള പറയണതാ. കർമ്മങ്ങളിൽ കുറച്ച് കുറവാണെങ്കിലും സ്വർഗത്തിൽ കിടക്കാനുള്ള ക്വാളിറ്റി ഉണ്ടോ? എന്നാ അവരും കൊടുക്കുക. അത് മോമിനീങ്ങൾക്ക് അള്ള കൊടുക്കുന്ന ഒരു ഫളല. മോമിനീങ്ങളെ അള്ള പ്രത്യേകം പരിഗണിച്ചു കൊടുക്കുന്ന ഒരു പരിഗണനയാണത്. ആരൊക്കെയുണ്ട്? അവരുടെ മാതാപിതാക്കളുണ്ട്. വാസുവാജിഹിം, അവരുടെ ഇണകളും. വദുര്രിയാതിഹിം, അവരുടെ സന്താനങ്ങളും. സന്താനങ്ങളുടെ സന്താനങ്ങളും, അവരുടെ സന്താനങ്ങളും. ദുരിയത്ത് എന്ന് പറയുമ്പോൾ മക്കളും പേരക്കുട്ടികളും, പേരക്കുട്ടികളെ മക്കളും, അവരെ പേരക്കുട്ടികളും ഇങ്ങനെയാണ് പോകും. എവിടുന്ന് ആ അർത്ഥം കിട്ടി? എവിടുന്ന്? ആ ദുരിയത്തിന് എന്ന് പറയുമ്പോൾ അതിൽ വെറും സ്വന്തം മക്കളല്ല. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുര്രിയാതിനാ ഖുർറത അയ്യുൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി, എൻ്റെ മക്കള് എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടികളും എൻ്റെ കണ്ണിൽ വരണം. ഇനി വരാൻ പോണൊരു തലമുറ വരണം. അവരിൽ നല്ലവരുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന 4000ഓളം സംവത്സരങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ പ്രതിനിധി വന്നത്. ഇബ്രാഹിം നബി എന്ന് പ്രാർത്ഥിച്ചതാ? ഇബ്രാഹിം നബി എന്ന് പ്രാർത്ഥിച്ചതാ മുഹമ്മദ് നബി ഇവിടെ വരാൻ വേണ്ടിയിട്ട്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്. വന്നത് എപ്പോഴാ? അടുത്ത് എത്രയോ തലമുറകൾ കഴിഞ്ഞിട്ട്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ മനസ്സിൽ നമ്മളെ വരാൻ പോണ തലമുറയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മളാഗ്രഹിക്കുന്നത് നമ്മളെ മക്കളിലൂടെ കിട്ടിയില്ല വിചാരിക്കാം. ഇനി വരാൻ പോണ ഒരു മക്കളിലും അങ്ങനെ ഉണ്ടായിക്കൂടെ? വരാൻ പോണ മക്കളെന്ന് പ്രതീക്ഷിക്കുക. നല്ലവരുണ്ടാകണം, നല്ല ആളുകൾ ഉണ്ടാവണം. എൻ്റെ പരമ്പരയിൽ നല്ലവരുണ്ടാകണം അല്ലാ. കൺകുളിർമ ദുന്യാവിൽ മാത്രമല്ല ആഖിറത്തിലും കൺകുളിർക്കാൻ പറ്റും. എൻ്റെ പരമ്പരയിൽ ഇങ്ങനെ ഒരാളുണ്ടല്ലോ, എൻ്റെ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഒരാൾ വന്നു, എൻ്റെ പരമ്പരയിൽ ഇങ്ങനെ ഒന്ന് വന്നു. അപ്പൊ കണ്ടോ, അവരും അവരുടെ മക്കളും അവരുടെ പേരമക്കളും അടങ്ങുന്ന അവരുടെ സന്താന പരമ്പരകളുണ്ട്. എല്ലാവരും സ്വർഗത്തിലുണ്ട്. ഇത് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും. അത് നമ്മൾ അറിയാത്തൊരു കേസാണ്, പലരും ചിന്തിക്കാത്തതുമാണ്. അള്ളാഹുവിൻ്റെ അത്യുന്നതരായ മലക്കുകൾ ആരാന്നറിയോ? ഹമലത്തുൽ അർശാണ്. ആരാണ്?
ഹമലത്തുൽ അർശ് എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അള്ളാഹിൻ്റെ അർശിനെ ചുമന്ന് നിന്നുകൊണ്ട് നിൽക്കുന്ന കുറേ റബ്ബിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകളുണ്ട്. അവരുടെ എണ്ണം എത്രയെന്ന് നമുക്കറിയില്ല. അവർ നിരന്തരം ചെയ്യുന്നൊരു കാര്യമുണ്ട്. അള്ളാഹുവിൻ്റെ അർശിനെ വഹിക്കുന്ന മലക്കുകളും ആ അർശിൻ്റെ ചുറ്റുഭാഗത്തും നിലയുറപ്പിച്ചിട്ടുള്ള റബ്ബിനോട് ഏറ്റവും അടുപ്പമുള്ളവരാണല്ലോ മുഖറബീങ്ങളായ മലക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മലക്കുകൾ ഇവിടെ നിർവഹിക്കുന്ന പ്രത്യേകമായൊരു പ്രവർത്തനം സൂറത്ത് ഗാഫിറിലെ 8-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്ത് ഗാഫിർ എന്ന് പറഞ്ഞാൽ ചില മുസ്ഹഫിൽ മുഅ്മിൻ എന്നായിരിക്കും പേരുണ്ടാവുക കേട്ടോ. സൂറത്ത് ഗാഫിറിന് തന്നെ മറ്റൊരു പേരുണ്ടെന്ത്? സൂറത്ത് മുഅ്മിനൂന അല്ല, സൂറത്തുൽ മുഅ്മിൻ. അതിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, തീർച്ചയായും അർശിനെ വഹിക്കുന്ന മലക്കുകളും അവൻ്റെ ചുറ്റുഭാഗത്തുള്ളവരും. എന്തൊക്കെയാ മലക്കുകൾ ചെയ്യുന്നത്? നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അണമുറിയാതെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത്? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവരല്ലാഹനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വയുഅ്മിനൂന ബിഹി, അവരെ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. വയസ്തഗ്ഫിറൂന, അതാ ഞാൻ പറയുന്നത്, വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, സത്യവിശ്വാസികൾക്ക് വേണ്ടി അവർ പൊറുക്കലിനെ ചോദിക്കുകയാണ്. എന്താ അവരുടെ ദുആ കേട്ടോളി. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, വസിഅത കുല്ല ശൈഇ റഹ്മതൻ വഇൽമാ, എല്ലാ വസ്തുക്കളിലും നിന്റെ റഹ്മത്തും നിന്റെ അറിവും വിശാലമാണല്ലോ. ഞങ്ങൾക്കൊരപേക്ഷയുണ്ട്. ഫഗ്ഫിർ ലില്ലദീന താബു, തൗബ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. വത്തബഉ സബീലക, നിന്റെ മാർഗത്തെ ശരിക്ക് ഫോളോ ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. വഖിഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് നീ അവരെ കാത്തുകൊള്ളണേ അല്ലാ. തീർന്നില്ല. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, വാദ്ഖിൽഹും, നീ അവരെ പ്രവേശിപ്പിക്കണേ. ജന്നാത്തി അദ്നിൻ ലത്തി വഅദ്തഹും, നീ അവർക്ക് കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുള്ള സ്വർഗങ്ങളിൽ നീ അവരെ പ്രവേശിപ്പിക്കണേ. അവരെ മാത്രം പ്രവേശിപ്പിച്ചാ പോരാ റബ്ബേ. വമൻ സ്വലഹ മിൻ ആബായിഹിം, അവരിൽ നിന്ന് നല്ലവരായ അവരുടെ മാതാപിതാക്കളെയും വല്ലിപ്പമാരെയും ഒക്കെ, വാസ്വാജിഹിം, അവരുടെ ഇണകളെയും, വദുരിയാത്തിഹിം, അവരുടെ സന്താനങ്ങളെയും, ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ ഏറെ അസീസും ഹക്കീമുമായ അള്ളയാണല്ലോ. ഇതാരുടെ പ്രാർത്ഥന അറിയോ? അള്ളാഹിൻ്റെ അർശിനെ വഹിക്കുകയും അതിൻ്റെ ചുറ്റുഭാഗത്തും നിലയുറപ്പിക്കുകയും ചെയ്ത മുഖറബീങ്ങളായ മലക്കുകളുടെ ദുആയാണ്. ആ ദുആയിൽ ഞാനും നിങ്ങളും പെടാൻ യോഗ്യത നേടണം. അതിനെന്താ വേണ്ടത്? സാലിഹീങ്ങളാവുക. അള്ളാഹു നമ്മെ അത്തരം സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബാക്കി കാര്യങ്ങൾ തുടർന്ന് പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്ത അവസരത്തിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബ് നന്മകൾ പറയാനും കേൾക്കാനും ഇഖ്ലാസ് എന്നും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുമൊക്കെ നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.